ഇന്ന് നമ്മോടൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി എത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും നല്ല ഒത്തിരി നല്ല ക്യാരക്ടേഴ്സ് സമ്മാനിച്ച കഥാപാത്രങ്ങൾ സമ്മാനിച്ച ദി വെരി ഗോർജിയസ് ലെനയാണ്. വെൽക്കം ടു ദ ഷോ ലെന. താങ്ക് യു. വെൽ, എല്ലാവരുടെയും പോലെ തന്നെ ലെനയ്ക്കും ഒത്തിരി സ്പെഷ്യൽ ആയിരിക്കുമല്ലോ ഓണം. ആൻഡ് യു ഹാവ് ലോട്ട് ഓഫ് മെമ്മറീസ്, സ്പെഷ്യൽ മെമ്മറീസ്. അപ്പം ഓണത്തിൻ്റെ വിശേഷങ്ങൾ നമ്മളുമായിട്ടൊന്ന് വൺ ദറ്റ് യു കനോട്ട് റിയലി ഫർഗെറ്റ്. സത്യത്തിൽ ഓണസമയമായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റിനും ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഈ പേടിയുണ്ട്, നമുക്ക് ഓണ മെമ്മറീസ് ആയി വറക്കാം എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പറയേണ്ടി വരുമോ. സത്യത്തിൽ എല്ലാവരും ഓണം പോലെ തന്നെ നമ്മുടെ ഓണം. ആകെയുള്ള വ്യത്യാസം ഞാൻ ഒരു 10-11 ഇയേഴ്സ് വരെ ഏജ് വരെ കേരളത്തിലായിരുന്നില്ല. ഞാൻ അസം മേഘാലയയിലായിരുന്നു. എൻ്റെ അച്ഛന് അവിടെ ജോലി ആയതുകൊണ്ട് ബാങ്കിലായിരുന്നു അച്ഛൻ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊരു നാട്ടിലേക്ക് വരുന്ന ഓർമ്മകൾ മുഴുവൻ ഓണത്തിന് വന്നിട്ടുള്ള ഓർമ്മകളാണ്. അപ്പോൾ എൻ്റെ വിചാരം നാട്ടിൽ എന്നും ആഘോഷമാണെന്നാണ്. കേരളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷത്തിൻ്റെ നാടാണെന്നാണ് എൻ്റെ വിചാരം അന്ന് കുട്ടിക്കാലത്ത്. പിന്നെ കേരളത്തിലേക്ക് മാറി ഇവിടെ സെറ്റിലായി കഴിഞ്ഞപ്പോഴാണ് കേരളത്തിൽ ഓണസമയത്ത് മാത്രമേ ഉള്ളൂ ഈ ഉത്സവമൊക്കെ. കേരള ഇസ് ലൈക്ക് ദിസ്, പൂക്കളവും ഊഞ്ഞാലും സദ്യയും പുലിക്കളിയും ഈ കുമ്മാട്ടിക്കളിയൊക്കെ ആയിട്ട് എൻ്റെ വിചാരം അങ്ങനെയാണ് കേരളം. കുട്ടിക്കാലത്ത് മലയാളം അറിയില്ല, സംസാരിക്കാൻ അറിയില്ലെന്ന്. അപ്പം ഞാൻ പക്ക ഒരു മദാമയായിരുന്നു കുട്ടിക്കാലത്ത്. ഇവിടെ വന്ന് മലയാളി ആയ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പവർ കട്ടും ബന്ധും ഒക്കെയും കൂടെയാണ് കേരളം. അപ്പോൾ ഓണം സത്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്ത കാലഘട്ടം സ്കൂളിലുള്ള സമയത്താണ്. ഒന്ന് ഓണാഘോഷം വെക്കേഷന് മുമ്പ്, അത് കഴിഞ്ഞ് ഉടനെ 10 ദിവസത്തെ വെക്കേഷനും. പിന്നെ ആ സമയത്ത് എല്ലാവരും നമുക്ക് കൈനീട്ടും മിഠായി വാങ്ങിക്കാനുള്ള കാശൊക്കെ തന്ന് നമ്മൾ ഹാപ്പിയാണ്. പിന്നെ സദ്യയും പൂക്കളോടലും ആകെ ബഹളം. എനിക്ക് തോന്നുന്നു സ്കൂൾ ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ ഓണത്തിന് അങ്ങനെ ഒരു പ്രസക്തി ഉണ്ടായിട്ടില്ല ലൈഫിൽ. അത് വന്ന് പോകുന്നു എന്നേ ഉള്ളൂ. നമുക്ക് ചിലവുകൾ കൂടുന്നു ആ സമയത്ത്. സോ വെൽ, ലെന, യു ഹവ് ഡൺ ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ്. ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ അവസരം ലെനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതിലെല്ലാത്തിലും ഡു യു റിയലി തിങ്ക് ദറ്റ് വൺ ഓഫ് ദ ക്യാരക്ടേഴ്സ് ദറ്റ് യു വെരി ക്ലോസ് ടു, ഒത്തിരി ഇഷ്ടമുള്ള ഒത്തിരി അടുപ്പമുള്ള ഒരു ക്യാരക്ടർ? എനിക്കങ്ങനെ ഒരു ക്യാരക്ടർ എടുത്തു പറയാൻ പറ്റില്ല. എനിക്ക് വളരെ ഇഷ്ടമുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ചോദിച്ച വഴിക്ക് എൻ്റെ നാവിൽ ആദ്യം വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ട്രാഫിക്കിലെ പാർവതി, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലെ അനിത, കന്യക ടോക്കീസിലെ ആനി, അങ്ങനെ സ്പിരിറ്റിലെ സുപ്രിയ രാഘവൻ. സോ ദീസ് ആർ ക്യാരക്ടേഴ്സ് ദറ്റ് ഐ എൻജോയ്ഡ് പ്ലേയിങ്. അതായത് ഐ വാസ് വെരി പ്രൗഡ് ടു ഹാവ് ബീൻ ഗിവൻ ദോസ് ക്യാരക്ടേഴ്സ് ടു പ്ലേ. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് തോന്നുന്നു എല്ലാ ക്യാരക്ടറിലും എൻ്റെ ഒരു അംശമുണ്ട്, നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, നമ്മുടെ ഒരു പാർട്ട് ഓഫ് യു ഗോസ് വിത്ത് ദാറ്റ് ക്യാരക്ടർ. So how much time do you get to evolve with one character, because before you do the movie, is there something like a workshop or something and you get used to the character before you get into it? Actually not really. ഞാനൊരു മെത്തേഡ് ആക്ടർ അല്ല, ആൻഡ് ഐ ഡോണ്ട് ഡു ഹോംവർക്ക് ഫോർ എ ക്യാരക്ടർ. അതായത് പുറത്തേക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് ചെയ്യുന്ന കാണില്ല. ഐ ഡോണ്ട് ഹാവ് എ വർക്ക്ഷോപ്പ് ടു ഡു ദാറ്റ് ഇൻ കൈൻഡ് ഓഫ്. ബട്ട് എനിക്ക് എൻ്റേതായൊരു ഇന്റേണൽ ഹോംവർക്ക് ഉണ്ട്. ഇറ്റ് കീപ്സ് ഗോയിങ് ഓൺ സിൻസ് യു ഫ്രം ദ ടൈം വെൻ യു ഹിയർ ഓഫ് ദ character, you start picturing that character. Yes. And most of the times I prefer to not see myself in that character. I don't want to look or fancy dress alla adu. Okay. You first see how that character might be. For all you know, that character won't look like me at all, and then I'll slowly try to become that character. Okay. In my mind. Okay. It's a totally internal process. Porthekkulla homework mikka characters nu vendi vararilla unless you have to learn to play an instrument or use a particular thing which you are not used to using on a daily basis. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹോംവർക്ക് ഒന്നും വേണ്ടി വരാറില്ല. So now acting was your passion, right? It became your profession now. I can't really say that. Acting not just as a passion. I think if anyone has a particular talent, say you can paint or you're a painter, you're a poet, that particular talent in you will try to make its way through. അതിൻ്റെതായ ഒരു ഓപ്പണിങ് അത് അന്വേഷിക്കും. സോ ഞാൻ കുട്ടിക്കാലം മുതലേ
മിറേഴ്സിനോട് അഡിക്റ്റഡ് ആയിരുന്നു. എനിക്ക് എവിടെയെങ്കിലും ഒരു മിറർ കണ്ടാൽ പിന്നെ അതിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കുട്ടിക്കാലത്ത് ഇപ്പോഴും ഉണ്ട്, മിറർ കണ്ട ഒരു ചെറിയൊരു എല്ലാവർക്കും ഉണ്ട് അത്. പക്ഷേ എനിക്കതിൽ ഇത്തിരി ഒബ്സഷൻ ഉണ്ടായിരുന്നു. ഈ മിറേഴ്സ് കണ്ട അതിന് മുമ്പിൽ നിന്ന് അഭിനയിക്കുക, വേറെ വേറെ ക്യാരക്ടേഴ്സ് ആവുക, അതിൽ എൻ്റെതായ ഒരു ആക്ടിങ് ഉണ്ട്. അപ്പോൾ കുട്ടിക്കാലം But I didn't know that one could become an actor and take that up as a career. It never struck me. So when is it that you realized for the first time you wanted to act? I never realized that to start with. ഞാൻ സ്കൂളിൽ മാത്സ് ക്ലാസ്സിലിരിക്കുമ്പോൾ it sounds like a fairy tale, like someone's എന്താ പറയുക, it sounds like a fairy tale. I was sitting in class, maths class ആയിരുന്നു, ഭയങ്കര ബോറിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയെങ്കിലും ഈ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. 11th സ്റ്റാൻഡേർഡ് ആയിരുന്നത്. എന്തോ കാൽക്കുലസ് എന്തോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിരിക്കുന്ന നേരത്ത് എന്നെ പ്രിൻസിപ്പളുടെ ഓഫീസിലേക്ക് വിളിച്ചു. അപ്പോൾ അവിടെ പോയപ്പോൾ എന്നോട് ചോദിച്ചു, ചെറിയൊരു ഓഡിഷൻ നമ്മൾ വെക്കുന്നുണ്ട്, നമ്മുടെ സ്കൂളിന് ഒരു തിയേറ്റർ ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു. ഐ യൂസ് ടു ബി ആക്റ്റീവ് ഇൻ ഓൾ ദ ഡ്രാമാസ് ഇൻ സ്കൂൾ, എസ്പെഷ്യലി ആക്ടിങ് സൈഡ്. ഡ്രാമാസ് ഇതൊക്കെ ഭയങ്കര കുട്ടിക്കാലം തൊട്ടേ. അപ്പോൾ അന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ശരി, ഓഡിഷന് ഞാൻ റെഡിയായി. വേറെ ഏതൊക്കെയോ ക്ലാസ്സസിന് ആരൊക്കെയോ വന്നു, എന്തോ ഒരു ക്യാരക്ടർ തന്നു, അവിടെ ഓഡിഷൻ ചെയ്തു. ആരൊക്കെയോ ഉണ്ടായിരുന്നു, ഐ ഡിഡ്ന്റ് നോ ഹൂ ഇറ്റ് വാസ്. അത് കഴിഞ്ഞ് അവരൊക്കെ പോയി. ദ നെക്സ്റ്റ് ഡേ ടീച്ചർ, ഞങ്ങളുടെ പ്രിൻസിപ്പൽ നളിനി മിസ്, തൃശ്ശൂരിലെ ഹരിശ്രീ വിദ്യാനിധി സ്കൂളിൽ, ഷീ ഈസ് ദ വൺ ഹു ഹാഡ് കോൾഡ് മീ ഫോർ ദ ഓഡിഷൻ. ഷീ കോൾഡ് മീ ടു ഹർ ഹൗസ് ആൻഡ് ആസ്ക്ഡ് മീ, സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഓക്കെ. ഞാൻ പ്രതീക്ഷിക്കണേ, അത് എൻ്റെ പ്രിൻസിപ്പളാണ് ചോദിക്കണം. അപ്പോൾ ഞാൻ താല്പര്യമുണ്ട്. അപ്പോൾ പേരൻസിനോട് ചോദിക്കണ്ടേ? അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. So she asked me to send her a photo അയച്ചു കൊടുത്തു. അന്ന് ആക്ച്വലി ആ ഓഡിഷന് വന്നിട്ടുണ്ടായിരുന്നത് ജയരാജ് സാറിൻ്റെ അസോസിയേറ്റും പ്രൊഡ്യൂസർ ഓഫ് ദ ഫിലിം ഒക്കെ ആയിരുന്നു. ഐ ഡിഡ്ന്റ് നോ ദാറ്റ്. സോ a week from there ഞാൻ ജയരാജ് സാറിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ സെറ്റ്സിലായിരുന്നു. What about the studies and all after that? I continued my studies parallelly. I think the school was also cooperative enough to... അല്ല, I was not doing so many. ഞാൻ ആ സമയത്ത് എക്സാംസ് ഇല്ലാത്ത സമയത്ത്, വെക്കേഷൻ സമയത്തൊക്കെ അഭിനയിക്കില്ലായിരുന്നു. അപ്പോൾ ദാറ്റ്സ് ഹൗ മൈ കരിയർ ബിഗാൻ. അതുകൊണ്ട് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരു ടാലൻറ്റിന് ഒരു ഓപ്പണിംഗ് കിട്ടി. ആ സമയത്ത് എനിക്കിത് അതിൻ്റെ സീരിയസ്നെസ് അറിയില്ലായിരുന്നു. ഞാൻ ഒരു ഹോബി എന്ന നിലയ്ക്കാണ് സിനിമയെ കണ്ടിരുന്നത്. ദാറ്റ് ഈസ് സ്റ്റിൽ ഡിഗ്രി കഴിയുന്നവരെ. അതായത് 2ാം ഭാവത്തിലൊക്കെ ഹീറോയിനായിട്ട് അഭിനയിച്ചപ്പോഴും എനിക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും അറിയില്ല. എന്തോ ഇതൊക്കെ എനിക്ക് ഹോബിയാണ്, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പഠിത്തം തുടരാൻ വേണ്ടിയിട്ട് ഞാൻ ബോംബെയിലേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ പോയി. സ്റ്റോപ്ഡ് ആക്ടിങ്. വളരെ കൂളായിട്ടെന്ന് വെച്ചാൽ അത് ഹോബിയായിരുന്നു, അത് നിർത്തി. ബോംബെ പോയി പഠിച്ച് ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് ഇതല്ലല്ലോ എനിക്ക് ചെയ്യേണ്ടത് ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ടല്ല വർക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് എനിക്ക് കത്തുന്നത്, അപ്പോഴാണ് റിയാലിറ്റി ചെക്ക് ഉണ്ടാവുന്നത്. അതുവരെ എല്ലാം റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ കിട്ടിയപ്പോൾ അതിൻ്റെ വില മനസ്സിലായില്ല. ഐ റിയലി റിഗ്രറ്റഡ് ഹാവിങ് ലെഫ്റ്റ് ഫിലിംസ്. എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ മതിയായിരുന്നു. എനിക്ക് ഇത്രയും ഈസി ആയിട്ട് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ അങ്ങനെ കളഞ്ഞു എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടത്തിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്നെ കൂട്ടെന്ന് പറഞ്ഞ ഫിലിമിനെ തിരിച്ചു വിളിക്കുന്നത്. ഒരു 2-3 years ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കൂട്ടിൽ ഞാൻ അഭിനയിച്ചു. അതിനുശേഷവും ഐ ഹാഡ് ടു കംപ്ലീറ്റ് ദ റെസ്റ്റ് ഓഫ് മൈ പേപ്പേഴ്സ്. അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ സിനിമ ഒന്നും അങ്ങനെ തിരിച്ചു വരുന്നില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമ്മൾ സിനിമയിൽ നിന്നൊന്ന് മാറിക്കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നെ സീരിയലിൽ അഭിനയിക്കാൻ വിളിച്ചു. അപ്പോൾ യൂഷ്വലി സീരിയൽസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നത്. ബിക്കോസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീരിയൽ ചെയ്യാൻ പറ്റില്ല, റെഗുലർ എവറി മന്ത് ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഓക്കെ എന്തെങ്കിലും ആവട്ടെ, ഐ വാണ്ടഡ് ടു ആക്ട്. അപ്പോൾ എനിക്ക് സിനിമ സീരിയൽ എന്നൊന്നും ആയിരുന്നില്ല, എനിക്ക് അഭിനയിക്കണം. എനിക്ക് ഫൈനലി റിയലൈസ് ദ വാല്യൂ. എനിക്ക് കിട്ടിയ ടാലൻറ്റിൻ്റെയും എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസിൻ്റെയും ഞാൻ കളഞ്ഞ ഓപ്പർച്യൂണിറ്റീസിൻ്റെയും ഒക്കെ എനിക്ക് അപ്പോഴാണ് കത്തിയത്. അപ്പോൾ ഐ സെഡ് ഓക്കെ. So when did you realize it? I mean, Bombay, you went to get admission and appo then? No, when I was during the course of okay, during the course of time. നമ്മൾ റിയൽ ലൈഫ് ശരിക്കും പേരൻസിൻ്റെ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതെ റിയൽ ലൈഫ് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് യു ബിക്കം മോർ മെച്യൂർ ആൻഡ് യു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ലൈഫ്. ആ സമയത്ത് അപ്പോൾ വാട്ട് ഹാപ്പൻഡ് ഇസ് ഞാൻ സീരിയലിൽ ചെയ്യാമെന്ന് പറഞ്ഞു.
ആ സീരിയൽ ഹാപ്പൻ ടു ബി ദ ബിഗ്ഗസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഓൺ സീരിയൽസ്. ഓമന തിങ്കൾ പക്ഷി എന്ന് പറഞ്ഞ സീരിയൽ ഭയങ്കര സൂപ്പർ ഹിറ്റ് സീരിയലായി മാറി. ഇറ്റ് ഓൾസോ വർക്ക്ഡ് ആസ് എ യൂണിവേഴ്സിറ്റി ഫോർ മീ ടു ലേൺ ആക്ടിങ്. അവിടെ ശ്രീവിദ്യാമ്മ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് എവറി ഡേ ഓൺ ദ സെറ്റ്സ് വിത്ത് മീ. സോ അവരെ കണ്ട് പഠിക്കുക, അഭിനയം കുറച്ചുകൂടി സീരിയസ് ആയി എടുത്തതിൻ്റെ കംപ്ലീറ്റ് മെച്യൂരിറ്റി എൻ്റെ ഉള്ളിൽ അപ്പോഴാണ് വന്നത്. അതിനുശേഷം ആക്ച്വലി എനിക്ക് പിന്നെ കിട്ടുന്ന ഫിലിമാണ് ബിഗ് ബി. അപ്പോൾ ബിഗ് ബി ഓൾറെഡി ന്യൂ ജനറേഷൻ സിനിമയുടെ ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു. ദാറ്റ് വാസ് റിയലി ദ ചേഞ്ച് ഇൻ സ്റ്റൈൽ ഓഫ് മേക്കിംഗ്. സിനിമയിൽ ആൾക്കാരുടെ അപ്രോച്ച് എല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബിഗ് ബി കഴിഞ്ഞിട്ട് ഐ ഹാഡ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് അപ്പ് ഡിഫറെൻറ്റ് ചിലപ്പോൾ ക്യാമിയോ റോൾസ് ആയിരിക്കും, ചിലപ്പോൾ കുറച്ച് ലെങ്തി റോളായിരിക്കും, ചിലതിൽ കുറച്ച് ചെയ്യാനുണ്ടാവും. ബട്ട് വാട്ട് എവർ ഇറ്റ് വാസ് ബിഗ് ലേണിംഗ് എക്സ്പീരിയൻസ്. ആൻഡ് I was putting my 100% for the first time. Because till then, even though I'd got ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയുള്ള ഓഫേഴ്സ് കിട്ടിയിട്ടും I was never really there. ഞാൻ എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല അതുവരെ. ഈ രണ്ടാം വരവിൽ എൻ്റെ ഒരു 100% കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. I think that made the whole difference. അത് പതുക്കെ everyone started noticing. And finally with traffic is what, that was really the break. Okay, for so many people, traffic was really a break. So, I mean, you have your passion as acting. Somehow you realized it later. What are the other passions that you have? I'm very passionate about food. I love eating. And because I love eating, I always tend to put on weight. So, I finally found a friend of mine who has this physiotherapy slimming. And she helped me lose weight. For a photo shoot I needed to lose some weight and in very little time. In 15 days she helped me lose 5 kgs. Okay. And I was impressed because with the results also. And then we've decided to start our own clinic now in Calicut. And so I'm getting into business. So right now I'm very passionate about that too. That takes up most of my time. Our slimming clinic in Calicut is called Akriti. Okay. Akriti is already, our sister concern is already there in Thrissur. And we're starting one September 9th in Calicut. That's a great thing for a lot of people, I guess. Yeah, it is because most of us don't want to stop eating to look fine. So like for you, I think you're naturally slim. Yes. But for people like me to stay in any sort of good shape, I should either not eat anything. That is not a solution. That's right? not a solution because I love food. And so I finally found the solution. So you want to eat and then go there and just lose it? No, the thing is we don't have a strict diet for our weight loss program. It's not like you have to eat only fruits, vegetables or drink soup and juice. Hanganalla. You can eat and lose weight. So that is more psychological or what? I mean, no, how it is works? physiotherapy. Physiotherapy completely. It's physiotherapy based slimming. Okay. So you have acted in a lot of movies and you have acted with almost all the good directors. So 3 nalla directors were to work here and avasarangal kitti. So whom do you think you learned the most from and whom would you like to work with again and again? I really can't say whom I have learned most from or whom I will work with again and again. എല്ലാവരുടെയും നമുക്ക് കുറച്ച് എന്തൊക്കെയോ പഠിക്കാനുണ്ട്. So over the course of time, they have all imparted some knowledge to me. I would say all our directors have kept on evolving over time. No. And so each time you work with them in their next film, they have changed and the style of filmmaking has changed. So you can't really pinpoint and say, I want to work with this person again. By the next film, they have also changed and you have also changed. Yeah. So I'm just lucky and I'm glad that I'm lucky to be able to work with such big directors and work again and again. Okay. So what do you do when you're not working or when you're not acting? When I'm not acting, I usually spend my time at home. ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അപ്പോൾ I love spending my time at home in Bangalore. But you I don't get out any much. Free time, right? And you keep Not traveling much. in that I case. prefer to stay busy. I love being busy. I like this one schedule after the next shoot. Okay. Because it kind of is, it's addictive. It's like wanderlust. It's the same thing as with work. Yeah. You want to work more and more. You don't want to sit back. Maybe you want to take a week off. Not more than that. You want to get into the next film. And that's what I love doing. So I've heard recently that from Bollywood vare etti, alle. So can you tell us something about that movie that you're doing right now?
എൻ്റെ ലൈഫിലെല്ലാം സംഭവിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ, സിനിമയിൽ വന്ന പോലെ തന്നെ എവറിത്തിങ് ജസ്റ്റ് ഹാപ്പൻസ് ബൈ സർപ്രൈസ് ടു മീ. ഞാനിങ്ങനെ മാത്സ് ക്ലാസ്സിലിരിക്കുന്നു, സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നു, അങ്ങനത്തെ സിറ്റുവേഷനാണ്. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദ ഡയറക്ടർ ഓഫ് ദ ബോളിവുഡ് ഫിലിം, ഇറ്റ്സ് നെയിം ഇസ് എയർലിഫ്റ്റ്. അക്ഷയ് കുമാറാണ് ഹീറോ. ഡയറക്ടർ മലയാളിയാണ്. But he doesn't direct in Malayalam. He works in Hindi. And they were looking for a person to play a Malayali character in the Hindi film. But who speaks Hindi fluently because it is sync sound. അപ്പോൾ ഇത്രയും സ്പെസിഫിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് ഞാൻ വന്ന് മീറ്റ് ചെയ്തു. So I think Lena, it's more about your luck. It's luck. അതാണ് ഞാൻ പറഞ്ഞത്. I think in films what's foremost is luck. In the sense that നമ്മുടെ സമയം നന്നായിരിക്കണം. Because this is my 16th year in the industry. It's always like that. It's always like that. I've seen that. എനിക്ക് എപ്പോഴും കിട്ടുന്നതെല്ലാം ടൈലർ മെയ്ഡ് സാധനങ്ങളാണ്. It's been 16. This is my 16th year in the industry. ഈ ലാസ്റ്റ് 5-6 ഇയേഴ്സിലെ ശരിക്കും ഈ ബൂം ഉണ്ടായിട്ടുള്ളൂ. That I have been recognized for the work that I'm doing, or that people appreciate your work, or people even notice you. All these years I've been doing all this, but it was never getting it. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. It's just that. നമ്മുടെ സമയം നന്നായിരിക്കുമ്പോൾ എല്ലാം ക്ലിക്ക് ചെയ്യും. നമ്മുടെ സമയം നല്ലതല്ലെങ്കിലും നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. കറക്റ്റായിട്ട് സമയം നന്നാവുമ്പോൾ യു സ്റ്റാർട്ട് സീയിങ് ദ റിസൾട്ട്സ്. Ultimately you will get it. Keep working. Okay, that's again something very good to hear. Well, ഇത്രയും നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തു. And I think almost all the characters were different from one another, right? So how would you say that you have evolved as an actor from the first movie that you did until now? Oh, the first movie act ചെയ്ത Lena, I think is I don't even remember her. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് മൂവിയിൽ എൻ്റെ ഫസ്റ്റ് ഷോട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ അഭിനയിക്കുകയാണെന്ന് പോലും അറിഞ്ഞില്ലായിരുന്നു. ദേ ഗേവ് മീ ആൻ അയൺ ബോക്സ്, ഒരു ഷർട്ട് തന്നു തയ്ക്കാൻ. എന്നിട്ട് പറഞ്ഞു ഈ ഷർട്ട് ഇങ്ങനെ തേച്ചുകൊണ്ട് നിൽക്ക്, അപ്പോൾ അവിടെ നിന്ന് അമ്മു എന്ന് വിളിക്കും, അപ്പോൾ ദാ വരണമെന്ന് പറയണം. ശരി, എനിക്കറിയില്ല, ഞാൻ തേച്ചുകൊണ്ടിരിക്കുക. ആക്ഷനും ഇല്ല, റോളിങ്ങും ഇല്ല, ഒന്നുമില്ല. ബിക്കോസ് ഫസ്റ്റ് ടൈമർ ആയതുകൊണ്ടേ. ഡയറക്ടർ പറഞ്ഞു ആ തേച്ചോളൂ, തേക്കാം. അമ്മു ദാ വരണു, കട്ട്, ഫിനിഷ്. ദാറ്റ് ഇസ് ഫസ്റ്റ് ഷോട്ട്. അപ്പോൾ ഫ്രം ദെയർ നൗ വാട്ട് ഐ ഡു ഇസ് ഐ ഹാവ് റിയലൈസ്ഡ് ഓവർ ടൈം ദറ്റ് ഈ ടൈമിംഗ് എന്ന് പറഞ്ഞ സാധനം, ആക്ടേഴ്സിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ദേ ആർ ബോൺ വിത്ത് ഇറ്റ്. അവർക്ക് ജസ്റ്റ് നാച്ചുറലി ഉണ്ട്. എനിക്കൊക്കെ അത് വളരെ അക്വയർഡാണ്. ഞാൻ പതുക്കെ ഓവർ ടൈം എൻ്റെ ടൈമിംഗ് ഞാൻ പെർഫെക്റ്റ് ചെയ്ത് എടുത്തതാണെന്നും പറയാൻ പറ്റില്ല, പെർഫെക്റ്റ് ആയി എങ്ങനെയോ, ഔട്ട് ഓഫ് എക്സ്പീരിയൻസ് ഐ ഗെസ്. ആൻഡ് ഇപ്പം നമുക്ക് ശരിക്കും ആ സുഖം അറിയാം ആക്ട് ചെയ്യുമ്പോൾ. മറ്റേത് എവിടെയോ ഒരു താളം തെറ്റുന്നെന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങിയ ഒരു സമയം. ഇനീഷ്യലി ഐ ഡിഡ്ന്റ് നോ എനിത്തിങ് അബൌട്ട് ദിസ്. ഇൻ ബിറ്റ്വീൻ ആയപ്പോൾ ഐ ന്യൂ ദറ്റ് ഐ എം ഡൂയിങ് സംതിങ് റോങ് ബട്ട് ഇറ്റ്സ് നോട്ട് കമ്മിങ് ഔട്ട് റൈറ്റ് എന്നറിയാം. ദെൻ സംവെയർ അലോങ് ദ ലൈൻ, ഐ തിങ്ക് ട്രാഫിക്കിനൊക്കെ കുറച്ച് മുമ്പ് തൊട്ട് ഐ റിയലൈസ് ദറ്റ് തിങ്സ് ആർ ഫോളോയിങ്, എക്സാക്ട് താളം കിട്ടി തുടങ്ങി. അപ്പോൾ അതൊരു ഇന്റേണൽ ഫീലിംഗ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഔട്ട് ഓഫ് എക്സ്പീരിയൻസ്. ചില ആൾക്കാർക്ക് എക്സ്പീരിയൻസ് വേണ്ട, അവരുടെ ഫസ്റ്റ് ഫിലിം തൊട്ട് അവർ പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ എവറി വൺ ഇസ് സോ ഇൻഫോംഡ് about filmmaking, about the lights, about camera, about techniques, about filming techniques, everything. ഞാനൊക്കെ വന്ന സമയത്ത് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴും അധികം അറിയാമെന്ന് പറയാൻ പറ്റില്ല. So well, you have new movies coming out, release ആവുന്നുണ്ട്. So can you tell us something about that? I'm actually eagerly waiting the release of one particular film, which is Ennu Ninte Moideen. Yes. അതിൽ I Quite play some time now. very എന്താ പറയാ, wonderful character. I haven't got that good a character in a long time, I guess, or maybe in my entire career you have never seen me do something like that. So I'm waiting for that character Patuma on the screen. I love seeing some of these characters which I wait for when they come on screen. And I become just one among the audience, and then I enjoy the character, because when you play the character namukku ariyan pattilla. So there is Ennu Ninte Moideen. Then we have My God, and I'm also waiting for the Hindi film's second schedule shooting to start, Airlift. And there are a couple of very nice offbeat films to be shot during the rest of this year. I think Lena is very, very busy this year.
and we wish you every success that can come to you. Thank you. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഓണമാണ്, എല്ലാവരും പായസം കഴിക്കുമ്പോഴും ഓണസദ്യ ഉണ്ണുമ്പോഴും ഒക്കെ എന്നെയും ഓർക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ബ്ലെസ്സിങ്സ് എന്നും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവണം. ഫോർ all my films and for my new venture Akriti. Thank you.